വിലങ്ങാട് ഉരുൾപൊട്ടിയ ഭാഗം, റോഡും പാലവും. ഞാനിപ്പോ വെലങ്ങാടിലെ മഞ്ഞച്ചീളി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള സ്ഥലമാണ്. കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലയും നിരവധി വീടുകളുള്ള ഒരു പ്രദേശമായി. ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് നോക്കുക, ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ നിങ്ങളൊന്ന് കാണിച്ചാൽ അവിടെയൊക്കെ വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ മണ്ണടിഞ്ഞ് നിൽക്കുന്നതൊക്കെ വീടുകളാണ്. കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെയൊന്ന് വായനശാലയാണ്. ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾ താഴോട്ട് നിങ്ങൾ നോക്കും. ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം ഒന്ന് അങ്ങോട്ട് നോക്കും. ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മൂന്ന് കടകളുണ്ടായിരുന്നു, നിരവധി വീടുകളുണ്ടായിരുന്നു, അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു മാഷ് എന്ന ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു മാഷ്. അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ്. പക്ഷെ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറത്ത് കടത്തി കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒക്കെ വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറെടുക്കാൻ വേണ്ടി ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു. ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുരിശുപള്ളിയും കടമുറിയും എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ മാത്യു മാഷെ കാണാനായിരിക്കുകയാണ്. ഇപ്പൊ ഇവരോട് അന്വേഷിക്കുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വീട് നഷ്ടപ്പെട്ടത്, ഈ വീട് ഞാൻ നേരത്തെ കാണിച്ച ആളാണ്. ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി. ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെയും കേൾക്കേണ്ടി വരുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ്. ഞാൻ അപ്പുറത്ത് ഈ മഞ്ഞച്ചീലി അപ്പുറത്ത് മഞ്ഞക്കുന്ന് ഭാഗത്തേക്ക് പോയി. അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല. ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് ഒരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല. രോഗിയായിട്ടുള്ള ആളുകൾ, വയസ്സായ ആളുകൾ വരെയുണ്ട്. അതുപോലെ തന്നെ മരുന്നിന് ആവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. അവശ്യ വസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും NDRFന്റെയും ടീം നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ചാക്ക് അരിയോ ഒരു ക്യാൻ വെള്ളമെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഇന്ന് പൂർത്തിയായാൽ
നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടി വരും എന്ന് മാത്രമല്ല ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു വീട് ഇവിടെ പണിയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുപോലത്തെ ഒരു ഗുരുതര സാഹചര്യത്തിലാണ് ഇവിടെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വയനാടുണ്ടായതുപോലെ തന്നെ അപകടം ഉണ്ടാവുമായിരുന്നു. ഇന്നലെ രാത്രി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ നാട് ഒഴിവായത്. അതിന്റെ ഇടയ്ക്ക് മാറ്റിമാറ്റ് കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകെയുണ്ട്. അപ്പോൾ വെലങ്ങാടിനും കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ അറിയിക്കാം. വഴിയുടെ കാര്യം ഇപ്പോൾ തുടങ്ങി വെക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ NDRF ചേർന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പെങ്കിലും പോകാനുള്ള സംവിധാനമാക്കിയാൽ ബാക്കി അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ. ഇവിടെ കറണ്ടില്ല, അതുപോലെ തന്നെ ജനറേറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇല്ലാതായിപ്പോയി. പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ അറിയിക്കാം. എന്താണെങ്കിലും ഇത് പിന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഭരണകൂടം കാണേണ്ട ഒരു കാര്യമാണ്. മഴ വീണ്ടും പെയ്യാണ്. ഇപ്പൊ താമസിക്കുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് അറിയുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം. ഇവിടുത്തെ അവസ്ഥയും ഞാൻ പിന്നെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും മുമ്പാകെ കൊണ്ടുവരികയാണ്. ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി. പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ടില്ലാതായിപ്പോയി. പലർക്കും ഈ വീടുകളിൽ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വെലങ്ങാട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്കും പങ്കാളികളാവാം. ഡോക്സി സൈക്ലിൻ ഗുളികയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. രാവിലെ മുതൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലൊക്കെ നടന്ന് വെള്ളത്തിലൂടെയൊക്കെ നടന്നതാണ്. ഞാനിത് കഴിച്ച് കാണിക്കുന്നത് തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വെള്ളപ്പൊക്കം മൂലം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നവരും നിർബന്ധമായി ഈ ഗുളിക കഴിക്കണമെന്നുള്ളത് പറയാനും കാണിച്ചു തരാനും വേണ്ടിയാണ്. വീട്ടിലെ മുറ്റത്ത് തന്നെ വെള്ളം ഇറങ്ങിയാൽ, വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇറങ്ങിയെന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യും. നിർബന്ധമായി അത്തരം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വീട്ടുകാരൊക്കെ ഡോക്സിസൈക്ലിൻ, ഇത് എലിമൂത്രം മൂലമുണ്ടാകുന്ന പനിയും മറ്റു വിഷബാധയെയും തടുക്കുന്ന ഗുളികയാണ്. നിർബന്ധമായി ഡോക്സിസൈക്ലിൻ ഗുളിക 100 2 ഭക്ഷണത്തിന് ശേഷം ഒരു ദിവസം കഴിക്കണം.